CJP വിവാദത്തിൽ വിശദീകരണവുമായി പേളി മാണി. തന്റെ വാക്കുകൾ തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെ വേദനിപ്പിച്ചു. വീട്ടിൽ പോകണമെന്ന് ഉദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യമാണെങ്കിൽ സുരക്ഷിതരാകണമെന്ന അർത്ഥത്തിലാണ് എഴുതിയതെന്നും യൂട്യൂബ് ചാനലിലൂടെ പേളി മാണി പ്രതികരിച്ചു. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ടിരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ് ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഏതാണ്ട് 20 മിനിറ്റിലധികമുള്ള ഒരു വിശദമായ വീഡിയോ തന്നെയാണ് പേളി മാണി ഇട്ടിരിക്കുന്നത്. അതിൽ എല്ലാ വിവാദങ്ങളെയും സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫെയിൽഡ് ഡയറക്ടർ എന്നുദ്ദേശിച്ചത് ആരെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലും മാപ്പ് പറയുന്നുണ്ട്. എല്ലാ വിവാദങ്ങളും ഇതോടെ അവസാനിക്കുമോ? അങ്ങനെയാണോ പേളി കരുതുന്നത്? അങ്ങനെ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഐ എം സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യം പേളി പോസ്റ്റ് ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ടൈറ്റിൽ മാറി ക്ലാരിഫിക്കേഷൻ എന്നാക്കുകയാണ്. അതായത് ആ മാപ്പ് എന്ന് പറയുന്ന ടൈറ്റിൽ മാറ്റിക്കൊണ്ട് ക്ലാരിഫിക്കേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. ഇനി വീഡിയോയിലേക്ക് വരാം. പേളി 3 കാര്യങ്ങളുമായിട്ടാണ് പ്രധാനമായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രശ്നങ്ങളായത്. 1 ഫെയിൽ ഡയറക്ടർ എന്ന പരാമർശം, 2 ഗോ ഹോം എന്ന് പറയുന്ന പരാമർശം, 3 സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ. ഇത് 3ഉമായിരുന്നു പേളിക്ക് ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണം. ഇതിൽ 2 കാര്യങ്ങളിലാണ് പേളി വിശദീകരണം നടത്തുന്നത്. 1, പേളി ഉദ്ദേശിച്ച ഗോ ഹോം എന്ന് പറയുന്നത് വീട്ടിൽ പോകൂ എന്നല്ല. ആ ഗോ ഹോം അല്ല പേളി ഉദ്ദേശിച്ചതെന്നാണ് പേളി പറയുന്ന ക്ലാരിഫിക്കേഷൻ. പേളി അത് വേറെ ടോണിലാണ് വായിക്കുന്നത്. വായിച്ചവരുടെ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ വരെ മാറുന്നുണ്ട്. അതായത് ഗോ ഹോം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ സുരക്ഷിതരായി ഇരിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ വീട്ടിൽ പോകൂ എന്നൊരു അർത്ഥമില്ല എന്നാണ് പേളി മാണി നൽകുന്ന ഈ വിശദീകരണം, ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ. 2, ഫെയിൽഡ് ഡയറക്ടർ എന്നത് ജോ സിബി മലയിലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ സിബി മലയിൽ എന്ന സംവിധായകൻ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. ഈ 7 പേജ് വിശദീകരണം എഴുതിയ വ്യക്തിയെയാണ് ഫെയിൽഡ് ഡയറക്ടർ എന്ന് താൻ ഉദ്ദേശിച്ചത്. അത് ജോ സിബി മലയിലാണ്, അതായത് സിബി മലയിലെ മകനെയാണ്. എന്നാലും ആ പരാമർശം തെറ്റായിപ്പോയി, അതിൽ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളിയുടെ 3ാമത്തെ വിശദീകരണം. സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളറിനെ കുറിച്ച് പേളി വിശദീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് അതാണ് BJP അനുഭാവം പേളി പുലർത്തുന്നുണ്ട് എന്ന് ഉപയോഗിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു അത്. പക്ഷേ അതിനെക്കുറിച്ച് പേളി പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും താൻ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ പേളി പറയൂ. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ഞാനൊരു ആപ്പ് ഉപയോഗിച്ചപ്പോൾ വന്ന ആപ്പ് സെലക്ട് ചെയ്ത കളറാണെന്ന് പറയുന്നുണ്ട്. അല്ല രേണുക, അതാണ് ആ ആപ്പ് സെലക്ട് ചെയ്ത കളർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്ത കളറിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ പേളിയുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിൽ പേളി വിശദീകരണം നൽകുന്നില്ല. പേളി നൽകുന്ന വിശദീകരണം ഈ ആപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്ത കളർ സാഫ്രൺ കളറായി പോയി, അതിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത് ആ ആപ്പിൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നതേ പറയുന്നുള്ളൂ. പക്ഷേ ആ ടെക്സ്റ്റിന് പേളി വിശദീകരണം നൽകുന്നില്ല. സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്നൊരു ടെക്സ്റ്റിന് പേളി വിശദീകരണം നൽകുന്നില്ല. ആകെ പറയുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ്. അതാണ് ആ 3ാമത്തെ കാര്യത്തെക്കുറിച്ചും പേളി വിശദീകരണം നൽകുന്നില്ല. ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ സാധാരണ പേളി മുന്നേ പറഞ്ഞൊരു വാചകം വളരെയധികം വൈറലായിരുന്നു. വേറൊരു അഭിമുഖത്തിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻസേ വരാറില്ല എന്നതായിരുന്നു പേളി അന്ന് ഒരു ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഫോർ ഫ്രണ്ടിൽ കുറച്ചധികം ആളുകൾ ഉണ്ടാവും. പക്ഷേ കമൻറ്റ് ബോക്സ് നിറയെ പേളി മാണിക്കുള്ള നെഗറ്റീവ് കമൻസും അധിക്ഷേപങ്ങളും തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ ക്ലാരിഫൈ ചെയ്യാൻ ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്നത് നന്നായിരിക്കും തുടങ്ങി. പേളിയുടെ വിശദീകരണത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു വിശദീകരണ വീഡിയോ ഉണ്ടാക്കുന്നത് തുടങ്ങി നിരവധി നെഗറ്റീവ് കമൻറ്റുകൾ നിറയുകയാണ്. അതായത് ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഈ വീഡിയോ പേളിക്ക് തന്നെ തിരിച്ച് പണിയാവുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം ആളുകൾ നെഗറ്റീവ് കമൻസ് കൊണ്ട് നിറയുകയാണ് ഈ കമൻറ്റ് ബോക്സ്. ഏകദേശം 7000-ലധികം ആളുകളാണ് നിലവിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 7000-ലധികം ആളുകളിൽ ഏകദേശം 90% കമൻസും പേളിക്ക് നെഗറ്റീവാണ്. അതായത് നെഗറ്റീവ് കാരണം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കുറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകൾ അൺഫോളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. യൂട്യൂബിലും അതേ ശതമാനത്തോളം കണക്കുകളുള്ള അൺഫോളോവിങ് ലിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ തിരിച്ചു പിടിക്കുക, കൊണ്ടുവരിക, തൻ്റെ ഭാഗം വിശദീകരിക്കുക എന്നതായിരുന്നു പേളി ഉദ്ദേശിച്ചത്. പക്ഷേ പിടിച്ചതിനേക്കാൾ വലിയ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതായത് എന്താണോ ഉദ്ദേശിച്ചത് അതിന് വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് പേളി നീങ്ങുന്നത്. പക്ഷേ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പോലും മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ ചിലയിടത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. മാത്രമല്ല ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ടൈറ്റിൽ ചേഞ്ച് ഉണ്ട്. ഐ എം സോറി എന്നത് മാറ്റിയിട്ട് ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലേക്കാണ് പേളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, എന്തായാലും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വരുന്ന കുറവ്
അത് പേളിയെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്, നിങ്ങളുടെ മുന്നിലാണ് ഞാൻ വളർന്നത് എന്നതൊക്കെ പേളി ആ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.